നവംബർ 25 എന്ന ദിവസം ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് രണ്ട് മഹാരഥന്മാരാണ്. ലോകാവസാനം വരെയും കോടിക്കണക്കിന് ജനങ്ങൾ അവരെ ഓർമ്മിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരാളുടെ പേര് കേൾക്കുന്നത് ലോക തൊഴിലാളി വർഗത്തിന് നൽകുന്ന വീര്യം അങ്ങേയറ്റമാണ്. ഫിഡൽ കാസ്ട്രോ എന്ന ഇടതുപക്ഷ നേതാവിൻ്റെ സ്മരണകൾ മാത്രം മതി അവർക്ക് ഏത് വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ. മറ്റൊരാൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കാൽപന്ത് കളിയുടെ ദൈവമാണ്. ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്ന ലയണൽ മെസ്സി പോലും ആദരവോടെ കൈകൂപ്പുന്ന സാക്ഷാൽ ഡീഗോ മാറഡോണ. ബ്യൂണസ് ഐഴ്സിലെ ഒരു തൊഴിലാളി കുടുംബത്തിലാണ് മാറഡോണ ജനിച്ചത്. നടക്കാൻ പഠിക്കും മുന്നേ പന്തുമായി ഓടാൻ പഠിച്ചവനാണ് ഡീഗോ മാറഡോണ. ഒരു ചേരിയുടെ ഇടുങ്ങിയ വഴികളിൽ അയാൾ കാൽപന്തുമായി പൊടിപറത്തി നടന്നിരുന്നു. ദാരിദ്ര്യത്തിൽ കഴിഞ്ഞ സ്വന്തം കുടുംബത്തിനാണ് 8 മക്കളിൽ 5-മനായ ഡീഗോ ആദ്യം രക്ഷകനായി മാറിയത്. കാൽപന്ത് ഭ്രാന്തായ ആ രാജ്യത്തിൽ ഫുട്ബോൾ അവനെ ഒരു സമ്പന്നനാക്കി മാറ്റി. ബ്രസീൽ അർജന്റീന ഫുട്ബോൾ കുടിപ്പക ശക്തമായിരുന്ന കാലത്ത് മറഡോണയുടെ ഇടങ്കാൽ കിക്കുകൾ അർജന്റീനയുടെ വജ്രായുധമായി മാറി. ബ്രസീലിനെ മാത്രമല്ല മറ്റെല്ലാവരെയും വീഴ്ത്താൻ അർജന്റീനയ്ക്ക് കരുത്തായത് മറഡോണയുടെ വന്യമായ എന്നാൽ ചാരുതയുള്ള ആ നീക്കങ്ങളാണ്. ആർക്കും മെരുക്കാനാകാതെ, ആരാലും കീഴടക്കപ്പെടാനാകാതെ, ഒരു വിലങ്ങിനും പിടികൊടുക്കാതെ അയാൾ പന്തുമായി അതിവേഗത്തിൽ പാഞ്ഞു നടന്നു. മൈതാനത്തിൻ്റെ എല്ലായിടത്തും അയാളുടെ കാൽപ്പാടുകൾ പതിഞ്ഞിരുന്നു. ഇടങ്കാൽ തൊടുത്തുവിടുന്ന എണ്ണം പറഞ്ഞ ഷോട്ടുകൾ അർജന്റീനയുടെ വിജയ ഗോളുകളായി മാറുകയായിരുന്നു. പിന്നീട് റെക്കോർഡ് തുവക്ക് ഇറ്റലിയിലെ നാപ്പോളി ക്ലബിൻ്റെ ഭാഗമായ മാറഡോണ അധികമാരും ആഘോഷിക്കാത്ത ആ ക്ലബിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിമറിച്ചു. 2 ഇറ്റാലിയൻ ടൈറ്റിലുകളാണ് നാപ്പോളിയുടെ കയ്യിലെത്തിയത്. 1986 മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അറിയപ്പെടുന്നത് തന്നെ മാറഡോണയുടെ കപ്പെന്നാണ്. അന്നത്തെ മാറഡോണയുടെ ഒറ്റയാൾ പോരാട്ടം ചരിത്രത്തിൽ ഇടം നേടിയതാണ്. രാജ്യത്തിന് രക്ഷകനായി മാറഡോണ അർജന്റീനക്കായി കപ്പ് ഉയർത്തുകയായിരുന്നു. തൊട്ടടുത്ത ലോകകപ്പിലും അയാൾ ടീമിനെ ഫൈനലിൽ എത്തിച്ചു. പക്ഷേ അത്തവണ അവർക്ക് ജയിക്കാനായില്ല. ചെകുത്താൻ്റെ കൈ എന്ന് പിന്നീട് ചരിത്രം തിരുത്തിയ ആ ഗോളിനെ പോലും അർജന്റീന എന്ന രാജ്യം അന്ധമായി ന്യായീകരിച്ചു. അത് ഗോളാണെന്ന് പറഞ്ഞത് മാറഡോണ ആയതുകൊണ്ട് മാത്രം ആ രാജ്യം അയാൾക്കൊപ്പം നിന്നു. പിന്നീട് കാര്യങ്ങൾ മാറിമറിഞ്ഞു. മദ്യവും ലഹരിയും മാറഡോണയെ കീഴടക്കി. ഉത്തേജക മരുന്ന് ഉപയോഗിച്ചതിന് കളിയിൽ നിന്നും അയാൾക്ക് പൂട്ടുവീണു. 15 മാസത്തെ വിലക്കാണ് കിട്ടിയത്. മടങ്ങിവരവിലും മരുന്നുപയോഗം വീണ്ടും തിരിച്ചടിയായി മാറി. അടുത്ത ലോകകപ്പിൽ സ്ഥാനം കിട്ടിയതുമില്ല. നിരാശയോടെ കളിക്കളം വിട്ടെങ്കിലും കളത്തിന് പുറത്തും മാറഡോണ കൂസലില്ലാതെ തന്നെയാണ് ജീവിച്ചത്. ചിലർക്ക് അയാൾ ധിക്കാരത്തിൻ്റെയും നിഷേധത്തിൻ്റെയും മുഖമായിരുന്നു. ചിലർക്ക് അരാജകവാദിയായിട്ടാണ് തോന്നിയത്. മറ്റു ചിലർക്ക് സ്വാതന്ത്ര്യത്തിൻ്റെ തൻ്റെടത്തിൻ്റെ പ്രതീകമായി തോന്നിയിരുന്നു. ആരുടെ ഉപദേശങ്ങളും കേൾക്കാതെ അപ്പോഴും അയാൾ ഒറ്റയ്ക്ക് തന്നെ നിന്നിരുന്നു. പക്ഷേ അയാൾ വഴങ്ങിയത് ഒരാൾക്ക് മുന്നിൽ മാത്രമാണ്. ഫിഡൽ കാസ്ട്രോയുമായുള്ള സൗഹൃദം അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു. മെക്സിക്കൻ ലോകകപ്പിന് ശേഷമാണ് ഇരുവരും ആദ്യം കാണുന്നത്. ആ പരിചയം സൗഹൃദമായി പിന്നെ മാറുകയായിരുന്നു. ലഹരി തന്നെ പിടികൂടിയപ്പോൾ അർജന്റീനയിലെ ആശുപത്രികൾ ചികിത്സക്കായി മടിച്ചു നിന്നു. കാരണം തങ്ങളുടെ ആശുപത്രിയിൽ വെച്ച് മറഡോണയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാധകർ അവിടെ കൂട്ടക്കുരി നടത്തും എന്നവർക്ക് അറിയാമായിരുന്നു. ആ സമയത്താണ് മറഡോണ തൻ്റെ പഴയ ചങ്ങാതിയെ ഓർക്കുന്നത്. നേരെ അദ്ദേഹം ക്യൂബയിലേക്ക് പറന്നു. മറഡോണയ്ക്കായി മികച്ച സൗകര്യങ്ങൾ ഒരുക്കി വെച്ച് കാസ്ട്രോ സുഹൃത്തിനെ സ്വാഗതം ചെയ്തു. 2000 മുതൽ 2005 വരെ ക്യൂബൻ ചികിത്സാ കേന്ദ്രങ്ങളിൽ മറഡോണ സ്ഥിര താമസക്കാരനായിരുന്നു. കാസ്ട്രോയുടെ സ്നേഹ സാമീപ്യം വാശികളിൽ നിന്ന് അയാളെ പിന്നിർത്തി. ലോക രാഷ്ട്രീയവും ജീവിതരസങ്ങളും പറഞ്ഞ് കാസ്ട്രോ പ്രകാശം പരത്തിയ കാര്യങ്ങൾ മറഡോണ തന്നെ പിന്നീട് വാതോരാതെ പറയുമായിരുന്നു. ലഹരി മുക്തി നേടി തിരികെ വന്ന മറഡോണ ലാറ്റിൻ അമേരിക്കയുടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ വക്താവായി മാറി. വെനിസ്വേലയിലും ബൊളീവിയയിലും വാഴുന്ന ഇടതുപക്ഷ ഭരണാധികാരികളുമായി മറഡോണ കൂടുതൽ അടുപ്പം സ്ഥാപിച്ചു. അമേരിക്കയുടെ നിലപാടുകളെ ഒരു മയവുമില്ലാതെ നിരന്തരം ചോദ്യം ചെയ്ത ആളാണ് മറഡോണ. ക്രൈസ്തവ സഭയെ കടന്നാക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നും പലസ്തീൻ ജനതയ്ക്കൊപ്പം നിന്ന മറഡോണ ഹൃദയം കൊണ്ട് താനൊരു പലസ്തീനി ആണെന്ന ഒറ്റ പ്രസ്താവന കൊണ്ട് തന്നെ ആരുമല്ലാത്ത അവിടുത്തെ അഭയാർത്ഥികൾക്ക് ആശ്വാസമായി മാറി. പക്ഷേ അയാൾക്ക് ജീവിതത്തിൽ വീണ്ടും പിഴച്ചു. മദ്യപാനം വരുത്തിവെച്ച അസുഖം മറഡോണയെ മരണക്കിടക്കയിലേക്ക് എത്തിച്ചു. 2020 നവംബർ 25 ആ ഫുട്ബോൾ ദൈവം വിടവാങ്ങി. 2016 നവംബർ 25 90-ാം വയസ്സിൽ ക്യൂബയുടെ വിപ്ലവ സൂര്യൻ അസ്തമിക്കുന്നത്. ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവ പോരാളി എന്ന വിശേഷമുള്ള കാസ്ട്രോ ദീർഘനാളായി അർബുദബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. നവംബർ 25 അദ്ദേഹത്തിൻ്റെ മരണവാർത്ത പുറത്തു വന്നത്. ക്യൂബൻ ടെലിവിഷനാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. ക്യൂബയിൽ ഏറ്റവും അധികം കാലം രാഷ്ട്രത്തലവനായ വ്യക്തിയാണ് ഫിഡൽ കാസ്ട്രോ. 6 തവണയാണ് ക്യൂബയുടെ പ്രസിഡന്റായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ 2006 ഔദ്യോഗിക പദവികളിൽ നിന്നും ഒഴിഞ്ഞ കാസ്ട്രോ
അധികാരം പിൻഗാമിയായിരുന്ന സഹോദരൻ റൗൾ കാസ്ട്രോക്ക് കൈമാറുകയായിരുന്നു. ക്യൂബയെ ഒരു പൂർണ്ണ സോഷ്യലിസ്റ്റ് രാജ്യമാക്കാൻ ശ്രമിച്ചത് കാസ്ട്രോയാണ്. 2 തവണ ചേരിചേരാ പ്രസ്ഥാനത്തിൻ്റെ ചെയർപേഴ്സണായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. മുതലാളിത്തത്തെ തകർക്കാനുള്ള എല്ലാ വിപ്ലവ മുന്നേറ്റങ്ങളെയും എന്നെന്നും പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ഫിഡൽ കാസ്ട്രോ. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത, ഈ ലോകത്തിന് മറക്കാൻ കഴിയാത്ത 2 മഹാപ്രതിഭകളെ നഷ്ടമായ ഒരു ദിവസമാണ് നവംബർ 25.